ഹലോ, നമ്മുടെ ആലപ്പുഴ മുല്ലയ്ക്കൽ റോഡാണ് കേട്ടോ ഇത്. ഞാനും എൻ്റെ 2-3 ഫ്രണ്ട്സും കൂടെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഈ നടക്കുന്നത് എന്തിനാണെന്നറിയാവോ? വെറുതെ അല്ല കേട്ടോ. ഞങ്ങൾക്കൊരു 10-15 ഒരുപോലുള്ള ഒരേ കളറിലുള്ള സാരി വേണം. അതിന് വേണ്ടിയിട്ടുള്ള നടപ്പാണ് അത്ര. ആലപ്പുഴ ടൗണിൽ ഒരുവിധപ്പെട്ട സാരിക്കടകളെല്ലാം ഞങ്ങൾ കയറി ഇറങ്ങി കേട്ടോ. ബട്ട് അവിടെ എല്ലാം ഒരു 1-2 എണ്ണത്തിൻ്റെയൊക്കെ കുറവ് കാരണം ഞങ്ങൾ തിരിച്ചിറങ്ങുമായിരുന്നു കേട്ടോ. ഇപ്പം ഈ പോകുന്ന എവിടെയാണെന്നറിയാവോ? മുല്ലയ്ക്കൽ റോഡ് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഇത് നമ്മുടെ SM സിൽക്സിലോട്ടുള്ള പോക്കാണ് കേട്ടോ. റോഡിന് ഇരുവശത്തും വായി നോക്കി നടന്ന് ഒടുവിൽ ഞങ്ങൾ SM എത്തി കേട്ടോ. ഇനി ഇവിടെ നിന്ന് കയറി നോക്കാം കേട്ടോ, നമുക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും കിട്ടിയാലോ. അധികം തിരക്കില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന കൗണ്ടറുകൾ. ഓണത്തിന് വന്നപ്പോൾ എന്തൊരു തിരക്കാരെന്നറിയോ ഇവിടെയൊക്കെ. അവിടെ കയറിയിട്ട് നിരാശയായിരുന്നു കേട്ടോ ഫലം. എന്ത് ഭംഗിയായിട്ടാണ് ഈ ഡമ്മി പീസിലൊക്കെ സാരിയൊക്കെ കൊടുത്തിരിക്കുന്നതല്ലേ. അതും വായി നോക്കി അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി നേരെ കൃഷ്ണാസിലോട്ട് വിട്ടു കേട്ടോ. അവിടെ ഞങ്ങൾ നിരാശപ്പെടുത്തിയില്ല കേട്ടോ, അവിടെ നിന്ന് കിട്ടി കേട്ടോ. ഈ ഒരു മാമ്പഴ കളർ സാരി ഉണ്ടല്ലോ, ഇതാണ് കേട്ടോ ഞങ്ങൾ ചൂസ് ചെയ്തത്. ഇതിൻ്റെ ഒരുപാട് വെറൈറ്റി ഷെയ്ഡ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. ചെറിയൊരു ഗോൾഡൻ ഡോട്ട്സും കുഞ്ചലും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് കേട്ടോ ഇത്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഏകദേശം ഒരു 500-നുള്ളിലേ വരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ കുറച്ച് കുർത്തീസും കൂടെ നോക്കി കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരുപാട് കുർത്തീസ് അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചില ഷോപ്സിലൊക്കെ പോയാലേ നമ്മളിങ്ങനെ ഷെൽഫിൽ നിന്നൊക്കെ ഡ്രസ്സ് എടുത്തിട്ട് കാണിച്ചു തരാൻ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. പക്ഷേ ഇവിടെ അങ്ങനൊന്നുമില്ല കേട്ടോ. അവരെല്ലാം നമുക്ക് എടുത്തിട്ട് കാണിച്ചു, നമ്മൾ പറഞ്ഞതെല്ലാം നമുക്ക് അവർ എടുത്തിട്ട് കാണിച്ചു തന്നു കേട്ടോ. കുറേയേറെ കളക്ഷൻസ് കണ്ടു കേട്ടോ. ഒടുവിൽ ഞങ്ങൾ 2 വീനക്കിൻ്റെ A-ലൈൻ കുർത്തീസ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇതെനിക്കല്ല കേട്ടോ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള വേറൊരാൾക്കാണ്. ആൾ ഓണത്തിന് ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഓണത്തിൻ്റെ ഡ്രസ്സ് ഇപ്പോൾ എടുക്കുന്നതെന്ന് മാത്രം. ഈ ഒരു യെല്ലോ കുർത്തി കണ്ടോ, ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഭയങ്കര ക്യൂട്ടാണേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ ഞാൻ എടുക്കുന്നില്ലല്ലോ. വീനെക്കിൻ്റെ അവിടെ കുറച്ച് പേൾസും ഈ സീക്വൻസ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. വേറെ ഡിസൈനൊന്നും വരുന്നില്ല, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കുറേ എടുത്തതിന് ശേഷം ഈ 2 ഞങ്ങൾ സെലക്ട് ചെയ്തത് കേട്ടോ. ഇനി പോകുന്നത് ജീൻസിൻ്റെ സെക്ഷനിലാണ് കേട്ടോ. ബാഗി ജീൻസിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ സ്ട്രെയിറ്റ് ജീൻസാണ് ഫാഷൻ. അവിടെ നിന്നൊരു സ്ട്രെയിറ്റ് ജീൻസ് എടുത്തു കേട്ടോ. ഇത് കണ്ടോ, ഇത് നല്ല ക്യൂട്ടായിട്ടില്ലേ. നമ്മൾ കാണുമ്പോൾ വിചാരിക്കും കുഞ്ഞു പിള്ളേരുടെ ഫ്രോക്കാണെന്ന്. അല്ല കേട്ടോ, നമ്മുടെ വാഷ് ബേസിൻ്റെ അവിടെയൊക്കെ പിൻ ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു ക്യൂട്ട് ഹാൻഡ് ടവലാണ് കേട്ടോ. മിറർ എവിടെ കണ്ടാലും ഷോയ്ക്ക് ഒട്ടും കുറവില്ല കേട്ടോ. ഇനി എങ്ങോട്ടാണെന്നല്ലേ, ആ സാരിക്ക് നമുക്കൊരു ബ്ലൗസ് പീസ് എടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള പോക്കാണ് കേട്ടോ. നമ്മുടെ കൃഷ്ണാസിൻ്റെ തൊട്ട് ഇപ്പുറം തന്നെ പുതിയൊരു പരാഗ് വന്നിട്ടുണ്ട്, എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവിടെയാണ് കേട്ടോ ഞങ്ങൾ കയറിയത്. അവിടെയാണെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ മെറ്റീരിയലിൻ്റെ ഒരു ചീട്ട് കൊട്ടാരം തന്നെ അവരവിടെ പണിത് വെച്ചിരിക്കുവാണ്. ഈ വെൽവെറ്റ് കണ്ടോ, ഇതിൽ നിന്നും ഈ ഗ്രീൻ കളറാണ് കേട്ടോ ഞങ്ങൾ ബ്ലൗസിന് വേണ്ടി സെലക്ട് ചെയ്തത്. ഉള്ളിലോട്ട് കയറിയപ്പോഴേ നമ്മൾ നേരത്തെ വാങ്ങിയ സാരിയില്ലേ, അതിൻ്റെ വെറൈറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ. സാരിക്കും സ്കേർട്ടിനൊക്കെ നമുക്ക് ആവശ്യാനുസരണം ഇവിടെ നിന്ന് മുറിച്ചെടുക്കാം കേട്ടോ. സാരിക്കാണെങ്കിൽ ഈ കുഞ്ചലം കൂടെ നമ്മൾ ചെയ്തെടുക്കേണ്ടി വരും. ഇത് സാറ്റിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ. ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇതൊരു ഗ്രേ കളർ ചുരിദാർ സെറ്റാണ് കേട്ടോ. ഒരു ഷോളും കൂടെ അതിൻ്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ. ഷോളിൻ്റെ കാലമൊക്കെ പോയിട്ട് പിന്നെയും തിരിച്ചു വന്നിരിക്കുവാണല്ലോ. അപ്പോൾ ഒരുപാട് ഷോളിൻ്റെ ഒരു കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് ഞങ്ങൾക്ക് വേണ്ടി എടുക്കുന്നതാണ് കേട്ടോ. ഈ ഒരു പച്ച വെൽവെറ്റ് ഭയങ്കരമായിട്ട് കട്ടിയുള്ള വെൽവെറ്റൊന്നും അല്ല കേട്ടോ. എന്നാൽ നമുക്ക് ലൈനിങ് ഇല്ലാതെ തന്നെ തയ്ച്ചെടുക്കാനും പറ്റും. നല്ല ക്വാളിറ്റി ഉള്ളൊരു വെൽവെറ്റാണിത്. ഇത് ഓരോ മീറ്റർ വെച്ച് മുറിച്ചാണ് കേട്ടോ ഞങ്ങൾ എല്ലാവർക്കും മേടിച്ചിരിക്കുന്നത്. വീതിയുള്ള വെൽവെറ്റ് ആയതുകൊണ്ട് തന്നെ 1 മീറ്റർ മതി കേട്ടോ ഞങ്ങൾക്കിത്. ഗൗണും ക്രോപ്പ് ടോപ്പൊക്കെ തയ്ക്കാൻ പറ്റും നല്ല അടിപൊളി വെൽവെറ്റാണ് കേട്ടോ ഇത്. വെൽവെറ്റിൻ്റെയോ സാറ്റിൻ്റെയൊക്കെ വെറൈറ്റി കളക്ഷൻസൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് പരാഗ് ഒരു ബെസ്റ്റ് ചോയ്സ് ആണ് കേട്ടോ. ഇത് കൂടാതെ നമ്മുടെ ഡ്രസ്സിലൊക്കെ വയ്ക്കുന്ന ലേസ് സീക്വൻസിൻ്റെയൊക്കെ ഒരു വലിയ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇനി പരാഗ് അന്വേഷിച്ച് മുല്ലയ്ക്കൽ വരെ പോകണമെന്നില്ല, നമ്മുടെ കൃഷ്ണാസിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.